ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും ട്രോൾ ചെയ്യുന്നു, കോൺക്രീറ്റ് മാറ്റാൻ ദേവപ്രശ്നക്കാരനും തന്ത്രിയും കൂടെ പറഞ്ഞിട്ട് ഇത് മാറ്റി അടിച്ചോണ്ട് പോകാനാണെന്ന് പറഞ്ഞു. എന്തോ ഒരു വിവരക്കേടാന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം തലേന്ന് നാളശുദ്ധിയൊക്കെ ഉണ്ട്. അതായത് ഈ അഷ്ടബന്ധം ഇട്ട് ഉറപ്പിച്ചിട്ടിരിക്കുമായിരിക്കും. ഇത് തമ്മിലൊരു ഫ്യൂസ് പോലെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ബിംബവും പീഠവുമായിട്ടുള്ള ഫ്യൂസാണ് ഈ അഷ്ടബന്ധം. അഷ്ടബന്ധം ഉണ്ടായാൽ പക്ഷായന ദ്വന്ദ്വയോ ഒരു 15 ദിവസം പോലും മാറാൻ പാടില്ല. അത് പൊട്ടിയാൽ അപ്പം അഷ്ടബന്ധ കലശം നടത്തണമെന്നാണ്. അപ്പോൾ അതിനകത്ത് വെള്ളവും പാലും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇറങ്ങിയിട്ട് അതിനകത്ത് പുഴു വരും. അത് ചൈതന്യം കുറവുന്നതുകൊണ്ടാണെന്നാണ് അതിൻ്റെ സങ്കല്പം. ഇപ്പോൾ ഈ കോഴിപ്പരൽ എന്ന് പറഞ്ഞ സാധനമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അഷ്ടബന്ധത്തിൻ്റെ ബലം കുറയുന്നുണ്ട്. അപ്പോൾ കടിശർക്കര ഇടാനുള്ള ചെറിയ സംവിധാനങ്ങളിലൊക്കെ മാറ്റുന്നൊക്കെ ഉണ്ട്. അതൊരു വിഷയം. ഇപ്പം ഞാൻ പറയുന്നത് കൊടിമരത്തിൻ്റെ കാര്യമാണ്. നമ്മളെല്ലാവരും പറയുന്നത് എന്താണ് സാറ് കൊടിമരം എന്താണെന്നാണ് സാറിൻ്റെ വിചാരം? എന്താണ് കൊടിമരം? കൊടിമരമല്ലേ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട, നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ബഹുമാനിക്കുന്നതും ഏറ്റവും എല്ലാവരും ആദ്യം കൊടിമരം. അതൊന്നുമല്ല. കൊടിമരം എന്ന് പറഞ്ഞാൽ ദേവക്ഷേത്രത്തിൻ്റെ മിന്നൽ രക്ഷാചാലകമാണ്. അതെ, ലൈറ്റ്നിങ് അറസ്റ്റ്. നിങ്ങളത് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഈ തടിയാണ് അതിനകത്ത് വെക്കുന്നത്. ഈ തടി താഴെ വീഴാതെ വൃക്ഷപൂജ ചെയ്ത് യാനീഹ ഭൂതാനി ഭവന്തി താനി ബലിം ഗൃഹത്വ അങ്ങനെ അത് പക്ഷിമൃഗാദികളെയൊക്കെ വെളിയിലോട്ട് വിട്ട് അതിൻ്റെ അനുവാദത്തോടു കൂടി താഴെ വീഴാതെ കൊണ്ടുവന്ന് എണ്ണത്തോണിയിട്ട് ട്രീറ്റ് ചെയ്ത് ചെതല് പിടിക്കുക. തെമ്മാടിക്കും തേക്കും തടിക്കും എവിടെ കിടക്കാൻ നേരിട്ടില്ലയോ, അത് വെച്ചിട്ട് അതിൽ 500 വർഷം ആയെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ, അപ്പോൾ അതിനകത്ത് നോൺ കണ്ടക്ടറാണ് വെക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവല്ലയിൽ അഷ്ടമംഗലം പ്രശ്നത്തിന് ഞാൻ പങ്കെടുത്തതാണ്. അപ്പോൾ തിരുവല്ലയിൽ എന്താ സംഭവിച്ചത്? അവിടുത്തെ കൊടിമരത്തിനകത്ത് വെച്ചേക്കുന്ന മരം, കൊടിമരം എന്നാണ് പറയുന്നത്. ആ മരത്തിന് പകരം വാർക്കയാണ് ഒരു കാലത്ത് ഉണ്ടാക്കിയത്. അപ്പോൾ എന്ത് പറ്റും? വാർക്കയ്ക്കകത്ത് ഇരുമ്പ് കമ്പിയാണ് പില്ലറിനകത്ത്. അപ്പം ലൈറ്റ്നിങ് ഉണ്ടായി കഴിയുമ്പോൾ ഈ തരംഗ അതിനാണ് അങ്ങനത്തെ പറയാ, ചെമ്പാണ് പുറമെ ഇടുന്നത്. അതിൽ കൂടാണ് ഈ കറണ്ട് വരുന്നത്. താഴെ പഞ്ചവർഗത്തറയാണ്. ആ പഞ്ചവർഗത്തറയാകുമ്പോൾ അതിൽ കൂടെ ഇത് ഭൂമിയിലോട്ട് പോവുകയാണ്. ഭൂമി ഏറ്റവും വലിയ ഇലക്ട്രോൺ ഭാഗമാണെന്ന് നമ്മൾ പള്ളിക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അകത്ത് ഈ കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്ത് പറ്റും? അതുവരെ ഈ ചെമ്പിൽ കൂടി വന്ന കറണ്ടിന് കൂടുതൽ നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ നൂറ്റിപ്പറ്റ് കേവിൽ അതിലിരിക്കുന്ന കിളിക്ക് കറണ്ട് അടിക്കുന്നില്ല, നമ്മൾ ഒട്ടാ കറണ്ട് അടിക്കുന്ന എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന പോലെ തന്നെ കൂടുതൽ കണ്ടക്ടർ ഏതാ? ഇരുമ്പ് കമ്പിയാ. അതിൽ കൂടി പോവാൻ ഈ ലൈറ്റ്നിങ് ശ്രമിക്കും. അന്നേരം ഇത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് അതിനകത്ത് തടി വെക്കേണ്ടത്. ഇത് മനസ്സിലാവാത്ത പൊട്ടന്മാർ കാശ് ലാഭിക്കാനും തടി കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടിൻ്റെ പേരിൽ അത് ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണ്, ഇത് പഴയ തടി ഇനി തന്ത്രി കൊണ്ടുപോയെങ്കിലോ എന്ന് പേടിച്ച് കോൺക്രീറ്റ് വെച്ചാലത്തെ സ്ഥിതി എന്ന് പറഞ്ഞേ. സ്വർണം എന്തിനാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ചിപ്പിനകത്തൊക്കെ എന്താ? നമ്മുടെ സിം കാർഡിനകത്ത് പോലും ഇല്ലേ? ഉണ്ട്. അല്ലേ വെള്ളി? ഇതിൻ്റെയൊക്കെ മൂല്യം എന്താണ്? ഈ മൈത്രേയ എന്ന് പറയുന്ന പൊട്ടൻ പറയുന്ന കേട്ടു ശങ്കരാചാര്യർ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ശങ്കരാചാര്യരാണ് സാധാരണ ലോകത്തെ സ്വർണ്ണമാക്കാനുള്ള കെമിസ്ട്രി പറഞ്ഞത്. അതിൻ്റെ പീരിയോഡിക് ടേബിളിൽ അതിൻ്റെ ചെറിയ വ്യത്യാസമുണ്ട്. ലെഡ് പോലും അതിൻ്റെ ആ നമ്പർ വെച്ചിട്ട്, ആ ന്യൂട്രോണിൻ്റെ നമ്പറുകൾ വെച്ചിട്ടേ വേറൊരു മൂലമാവും. ശരിയാ. അപ്പോൾ അതിനെക്കുറിച്ച് പരീക്ഷണം നടത്തിയിട്ടാണ് എന്തായത് കെമിസ്ട്രിന്ന് പേര് വന്നത്. അൽക്കെമിസ്റ്റുകൾ എന്നുള്ള, ഞാൻ എൻ്റെ വിഷയമല്ല, ഞാനത് എനിക്ക് മാർക്കും കുറവായിരുന്നു കെമിസ്ട്രിക്ക്. അത് പോട്ടെ, അതല്ല ഞാൻ പറഞ്ഞു വന്നത്. ഈ ഇത്രയൊക്കെ വലിയ സാധനങ്ങളാണിത്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ കൊണ്ട് ഓരോന്ന് പറയുന്നുകൊണ്ട് അപ്പം ഇതൊക്കെ ദേവപ്രശ്നത്തിന് ദേവന് അഹിതമാണെന്നാണ് അവിടെ പോയിന്റ്. ഈ പ്രധാനപ്പെട്ട പോയിന്റിനെ തമസ്കരിച്ചുകൊണ്ട് അപ്രധാനമായ കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ്. പൂർവപദപ്രധാനം ഉത്തരപദപ്രധാനം എന്ന് പറയുന്നത്. ഈ മന്ത്രങ്ങൾ പോലും ഉദാത്ത വനിതാത്ത സ്വരിതം ക്രിസ്വം ദീർഘം പ്ലവമൊക്കെ ഉണ്ട്. ഇതിൽ ഒരു പദത്തിന് ഈ ഉദാത്തമായിട്ട് ജപിച്ചാൽ ഇന്ദ്രശത്രോ ഉപർത്ഥസ്വ സ്വാഹ,
ഇന്ദ്രൻ ശത്രുവായിട്ട് വർത്തിച്ചു വരണമെന്നും പറഞ്ഞുകൊണ്ടായിപ്പോയി മന്ത്രത്തിൻ്റെ അർത്ഥം. അതുകൊണ്ടാണല്ലോ വൃത്രാസുരൻ മരിച്ചത് എന്ന് പറഞ്ഞതുപോലെ അപ്രധാനമായ കാര്യങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമാണ്. ഈ ദേവപ്രശ്നം ജ്യോത്സ്യന്മാരും മനുഷ്യരാണ്. ശരി. ഞാൻ ചോദിക്കട്ടെ, ഈ അലോപ്പതി ചികിത്സ ചെയ്തിട്ട് ആൾക്കാർ മരിച്ചു പോകുന്നില്ലേ എന്നും പറഞ്ഞ് വൈദ്യശാസ്ത്രം തെറ്റാന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ. ഇപ്പം ഞങ്ങൾ അച്ഛന് ക്യാൻസർ ആയിരുന്നു, അവർ ബയോപ്സി എടുത്തിട്ട് അവരെന്ത് പറഞ്ഞു? അവർ പറഞ്ഞു ബോൺ ടി ബി ആണ്, 97 സ്റ്റെപ്റ്റോമൈസിൻ ഇഞ്ചക്ഷൻ കൊടുത്തു, എന്നിട്ടും ആളിന് മാറുന്നില്ല, ഓപ്പറേഷൻ ചെയ്തപ്പോഴാണ് ക്യാൻസർ ആണെന്ന് പറയുന്നത്. എന്നും പറഞ്ഞ് അലോപ്പതി മോശമെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇതിലും വലിയ മണ്ടത്തരങ്ങൾ അവിടെ പറ്റുന്നുള്ളൂ, പിന്നെ ആരും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ വേറൊന്നുമില്ല, ഞാൻ ഒരു വലിയ ബ്ലേഡ് കമ്പനിക്കാർ ഹോസ്പിറ്റൽ പണിയണമെങ്കിൽ അതിനേക്കാൾ ലാഭം ഉണ്ടായിട്ടില്ലയോ? ഉറപ്പല്ലേ? മൊത്തം ഊറ്റാമെന്നുള്ളത് കൊണ്ടല്ലയോ? അതെ 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 അതെ. അപ്പം അത്രയൊന്നും ഇവിടെ വലിയ തട്ടിപ്പൊന്നും നടക്കുന്നില്ല. ഇനി അഥവാ ഈ ഒരു അർത്ഥഗരീജ വിദ്യ അർത്ഥഗരിയാണെങ്കിൽ ഇതുകൊണ്ട് ഒരു ഇതുണ്ടാക്കിൽ മാത്രമല്ല ഈ രംഗത്ത് ആൾക്കാർ നിൽക്കത്തുള്ളൂ. ഇപ്പം ഈ സർവ്വം മായ എന്ന് പറഞ്ഞ സിനിമ വന്നത് വളരെ പ്രയോജനമായി. കാരണം എന്താ, ഞങ്ങളുടെ ചെറുപ്പക്കാരൊന്നും ഈ മേഖലയിൽ നിന്ന് പുറകോട്ട്, കാരണം പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ പുറകോട്ട് പൊക്കോണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന് വലിയൊരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഇത്രയും വലിയ ഗൗരവമായിട്ട് കാണുന്ന ഒരു വിഭാഗമുണ്ട്. തെറ്റായിട്ട് കാണുന്നതിനൊപ്പം ഇതിൻ്റെ ഈ സോഷ്യൽ മീഡിയ ഇതിനൊരു ഗമ വന്നിട്ടുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ അതിനകത്ത് കുറച്ച് കാര്യമുണ്ടെന്നും ഏത് കാര്യത്തിനും രണ്ട് തരത്തിൽ ആൾക്കാർ വിചാരിക്കുകയാണ്. അപ്പം ഇത് മറ്റു മേഖലയേക്കാൾ പ്രയോജനമുള്ളതാണെന്ന് ഒരു ഭാഗം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശരിയുമാണ്. അപ്പോൾ ഈ ദൈവപ്രശ്നങ്ങൾ നടക്കുന്ന സമയങ്ങളിൽ തിരുമേനി തർക്കങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. തർക്കം വേണം. പക്ഷേ തർക്കിക്കുന്ന ഒരു വിദഗ്ധൻ അല്ലെങ്കിൽ വിദ്വാൻ അല്ലെങ്കിൽ ജ്യോതിഷൻ, അവർക്കൊരു നോളജ് ഉള്ളവർ തർക്കിക്കുമ്പോഴല്ലേ അതിനൊരു പ്രസക്തി ഉണ്ടാകുക. ഇപ്പൊ പല ദൈവപ്രശ്നങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ബുദ്ധ്യാരോഹായ തർക്കശ്ചേൽ, അതെ, തർക്യതാം മാ കുതർക്യതാം. അതെ അതെ. ബുദ്ധി ആരോഹണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണം തർക്കിക്കാൻ. അതെ. എന്തിനാണ് വക്കീലന്മാർ തർക്കിക്കുന്നത്? സത്യം, ജഡ്ജി ഒരു മനുഷ്യനാണ്. ശരി. ഇപ്പം നമ്മളിപ്പോൾ ഏത് വ്യക്തി അവിടെ ഇരുന്നോട്ടെ, അദ്ദേഹം ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കൊടുക്കുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻഫോർമേഷൻസിൽ ഏതാണ് എന്ന് മാത്രമേ അവർക്ക് വിധിക്കാൻ പറ്റത്തുള്ളൂ. അത് കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന വക്കീൽ വിജയിച്ചു. അപ്പോൾ അവിടെ ചിലപ്പോൾ പലപ്പോഴും സത്യം വേറെ ദൂരെയായിട്ടുള്ള അനുഭവങ്ങളില്ലേ? അതെ അതെ. അങ്ങനെയൊക്കെ ഇവിടെയും പറ്റുന്നുണ്ട്. അതിനാണ് ദേവപ്രശ്നമൊക്കെ പണ്ട് എത്ര ദിവസമാണെന്നും, പണ്ട് അങ്ങനെ ഇത്ര ദിവസം, ഇപ്പോൾ കവാലി നമ്പൂരെടുക്കുക പ്രശ്നത്തിന് പോയി കഴിഞ്ഞാൽ എത്ര ദിവസവും നേരത്തെ പറയാൻ പറ്റത്തില്ല. ശരി. അപ്പം ഒരു ധാതു കണ്ടിട്ട് അതിൻ്റെ മൊത്തം നോക്കിയിട്ട് ഇന്നിടത്ത് പോയി അങ്ങനെ ആ ഒരു പോയിന്റ് കിട്ടിയാൽ അത് മൊത്തം ചിന്തിച്ചാണ് പോകുന്നത്. അങ്ങനെ ഇപ്പം ആർക്ക് സമയമില്ല. വരുമ്പോഴേ പറഞ്ഞ തിരുമേനി ഒരു ദിവസത്തെ പ്രശ്നം വേണം. അപ്പോൾ നമ്മൾ തന്നെ ചോദിക്കും, ഒരു ദിവസത്തെ വേണോ, 3 ദിവസത്തെ വേണോ, 2 ദിവസത്തെ വേണോ? ഒരു ദിവസത്തെ മതി, നമുക്ക് ആ കാര്യം ജസ്റ്റ് ഒന്നറിയാം. അങ്ങനെ ഒരു കാര്യമില്ല. ഇത് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടേ നേരത്തെ കൂട്ടി ഡോക്ടർക്ക് പറയാൻ പറ്റുമോ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ അല്ലെ ബ്രെയിനിൻ്റെ ഓപ്പറേഷനാണ്, ചെറിയതായിട്ടൊരു ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ച പോലാണ്. അപ്പം ഈ ഡയഗ്നോസിസ് തെറ്റുമ്പോൾ എല്ലാം തെറ്റും. ജ്യോത്സ്യന് സമയം കൊടുക്കണം. ആ ജ്യോത്സ്യന് സമയം കൊടുക്കണം എന്ന് പറഞ്ഞാൽ, പണ്ട് ജ്യോത്സ്യന് കവടി കൊടുക്കത്തില്ല ശിഷ്യന്മാർക്ക്. കുറേ ഇപ്പം ഒരാഴ്ച കൊണ്ട് കവടി തരാമെന്ന് പറഞ്ഞ് ചാനലുകൾ ഉള്ളത്, അല്ലെ ശ്രീവിദ്യ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മുടെ ബന്ധുക്കൾ പോലും അങ്ങനെ, നമുക്ക് പോലും പരിചയപ്പെട്ടുള്ള എത്രയോ പേര് അതിൻ്റെ നിർബന്ധിതരാകുന്നു. അവർ പറഞ്ഞത് എന്താ, നമ്മൾ കൊടുത്തില്ല വേറെ ആൾക്കാർ ഇവിടെ കൊടുക്കാനുണ്ട്. ഒരുപാട് പേരുണ്ട്. ഇപ്പം ശ്രീവിദ്യയുടെ കേസ് പറഞ്ഞപ്പോൾ അല്ല, അപ്പം അങ്ങനെ വരുമ്പോൾ അവരെ കുറ്റം പറയാൻ പോകും. അപ്പം നമ്മളാണെങ്കിൽ കുറച്ചെങ്കിലും മര്യാദയ്ക്ക് ചെയ്യുമല്ലോ എന്നാണ്. ഇങ്ങനെയൊക്കെ വന്നുപോയി. അപ്പോൾ ഈ പ്രശ്നത്തിലിപ്പം ഒരു പദത്തിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം, ഏതെല്ലാം തരത്തിൽ വ്യാഖ്യാനിക്കുക. വരാഹമിഹിരനാണ് കാളിദാസനേക്കാൾ വലിയൊരു പോയറ്റ്. അദ്ദേഹം ആ ഓരോ അക്ഷരത്തിന് വരെ അർത്ഥം കൊടുത്തത് എല്ലായിടത്തും, ഓരോ പ്രശ്നത്തിനും ഓരോ ഗുരുക്കന്മാരുടെ കൂടെ 10 പ്രശ്നത്തിന് മുമ്പ് ഒരേ വാക്കിനെ 10 തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് കാണുമ്പോഴാണ് ഇത്രയൊക്കെ വ്യാപ്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തർക്കം ഉണ്ടാകുന്നത് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എത്തിക്സോട് കൂടിയാണ്. ഇതങ്ങനെയല്ല, ടൈപ്പാണ്. ഒരുമാതിരിപ്പെട്ടവരാരും എന്നെ വിളിക്കത്തില്ല. കാരണം അവരുടെ പരിപാടി നടന്നില്ലെങ്കിലൊന്ന് വെച്ചായിരിക്കും ഒരു പക്ഷേ. അല്ലെങ്കിൽ അവർക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ചിലപ്പം
ബഡ്ജറ്റില്ലെന്നുള്ളതുകൊണ്ടായിരിക്കും. കാരണം 7 ദിവസം തർക്കിച്ചാലാം എന്നൊക്കെ പേടിച്ചിട്ടൊക്കെ ആയിരിക്കാം. ഇങ്ങനെയൊക്കെ പല ഇത് വരത്തില്ലേ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ ഇത് തർക്കിക്കണം, തർക്കം വേണം. തിരുമേനി, തർക്കം വരുന്ന സമയങ്ങളിൽ ചിലർ ചുമ്മാ തർക്കിക്കാനായിട്ട് സമയം കളയാനായിട്ട്. അതെ അതെ അതെ. അപ്പോൾ സ്വാഭാവികം അവിടെ ഒരു കൺക്ലൂഷൻ കിട്ടുന്നില്ല, മടുത്തു പോയി. ലാസ്റ്റ് ഈ എങ്ങനെയെങ്കിലും വീട്ടുകാരത് എങ്ങനെയും ഒന്ന് ഒഴിവാക്കി തീർക്കാൻ അത് വേണ്ടി. അതൊക്കെ ആ എവിടെയും മൂല്യശോഷണം ഉണ്ടല്ലോ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ശരി, അങ്ങനെ പോട്ടെ. തിരുമേനി പറഞ്ഞപ്പോൾ ഈ ശ്രീവിദ്യ ഉപാസനയുടെ കേസ് പറഞ്ഞു. ശ്രീവിദ്യ ഉപാസന പലയിടത്തും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പലരും വളരെ പ്രൗഡായിട്ട് പറയാറുണ്ട്, ഞാൻ ശ്രീവിദ്യ ഉപാസകനാണ്, 6 മാസം കൊണ്ട് ഉപാസിച്ചു, അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ഉപാസിച്ചു, 3 മാസം കൊണ്ട് കിട്ടുന്നു. ഇതൊക്കെ സ്വയം അറിയാനുള്ള, സ്വയം അത് ആസ്വദിക്കാനുള്ള സാധനമാണ്. അതെ അതെ. ഈ ശ്രീവിദ്യ ഉപാസനയുടെ മൂലമന്ത്രം സാധാരണപ്പെട്ട ഒരാൾക്ക് താങ്ങാൻ പറ്റുന്നതല്ല എന്ന് തിരുമേനിക്കറിയാം. എത്രയോ വർഷം ജപമെടുത്ത് എത്രയോ വർഷം ഉപാസിച്ചിട്ടാണ് ആ ശ്രീവിദ്യയിലേക്ക് എത്തുന്നത്. അങ്ങനെ നിരവധി ഉപാസിച്ച ആൾക്കാർ പലരും ഇന്ന് കിടക്കയിലാണെന്നും അറിയാമെന്നുള്ള കാര്യമാണ്. പക്ഷേ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഇപ്പോൾ തിരുമേനി പറഞ്ഞു ശ്രീവിദ്യ ഉപാസന വിൽക്കാൻ വച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു തത്വം? അതുമെല്ലാം ആവശ്യമാണ്. ഈ ഇരുളും വെളിച്ചവും ആവശ്യമാണെന്നുള്ള പോലെ ഇതൊക്കെ ആവശ്യമാണ്. അതും ആ പരാശക്തിയുടെ തന്നെ എന്താണെന്ന് പറയാനുള്ള ആണ് നമ്മുടെ വിനയം എന്ന് വെച്ചാൽ അങ്ങനെയാണത്. ഇപ്പം പഞ്ചദശിയുണ്ട്, ഷോഡശിയുണ്ട്. അപ്പോൾ ഇത് പുറത്തു നിന്നുള്ളതുണ്ട്, അകത്തു നിന്നുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെയല്ല. ഈ എങ്ങനെയാ നമ്മൾ ഈ കിളികളുടെ ഈ വംശവർദ്ധനം നടക്കാൻ വേണ്ടി പറങ്ങാപ്പുഴം പുറത്താണ്, അതിൻ്റെ വിത്ത വെളിയിലാണ് അല്ലെ എന്ന് പറഞ്ഞതുപോലെ ഭൗതികം കാണിച്ചിട്ടാണ് അതിലേക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം ഒക്കെ ഉണ്ടല്ലോ. ഈ ആധ്യാത്മികത്തിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ആ ആത്മീയമായ ലെവലിലേക്ക് എത്തുന്നത് പിന്നല്ലേ ഉള്ളൂ. ആദ്യം ഭൗതികമല്ലയോ. അരുന്ധതി ദർശന ന്യായമാണ്. അതാണ് അത് അരുന്ധതി അല്ല, അത് അതിൻ്റെ ഇപ്പുറത്ത് ചെറുതായിട്ട് കാണുന്ന എന്ന് പറഞ്ഞതുപോലെ ആദ്യം നിനക്ക് ഭൗതികം എല്ലാം കിട്ടണം, ഇത് ഉപാസിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവനെ കൊണ്ടുവന്നിട്ട് ധർമ്മവും അർത്ഥവും കഴിഞ്ഞിട്ട് കാമവും കഴിഞ്ഞിട്ടാണ് മോക്ഷം. അപ്പം അതിൽ കൂടെ വേണം ഇതിനെ കൊണ്ടുവരാൻ. അതിന് വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അതും ഇപ്പോൾ എല്ലാവരും ഒരു കണക്കിന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴാണ് 10ാം ക്ലാസ് പാസ്സായത്, പക്ഷേ 1ാം ക്ലാസ്സിൽ പണ്ട് പഠിച്ചായിരുന്നു. നമ്മളും ബലൂണിന് വേണ്ടി പണ്ട് കരഞ്ഞിട്ടുള്ളതാണ്. ശരി തന്നെ, സന്തോഷം. എന്തായാലും ഒരു തന്ത്രി ആരായിരിക്കണം, എന്തായിരിക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൂടെ കടന്നുപോയി. എന്തായാലും സന്തോഷം. ഒരു തന്ത്രിയും ഒരാളുടെയും വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. ഒരുപാട് എന്താ പറയുക, ഈ പറയുന്ന വിഗ്രഹങ്ങളെയും ഈ ശിലകളെയും അടുത്ത ചൈതന്യത്തിലേക്ക് കൊണ്ടുവരാൻ ഈ തന്ത്രിക്കും തിരുമേനിക്കും ഭാഗ്യങ്ങളുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.